നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതകാലത്തിൽ കർത്താവിൻ്റെ വചനവുമായി ദൈവകുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗീയ പിതാവ് തന്ന കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നതായ ദൈവത്തിൻ്റെ വചനം ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തെ ആധാരമാക്കിയാണ്. അതിൻ്റെ ദൈവത്തോടുള്ള നമ്മുടെ അനുസരണവും ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മളിൽ നിറവേറുവാൻ ഇടയാക്കി തീർക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവിക അനുഗ്രഹങ്ങളും നമ്മളുടെ വിശ്വസ്തതയും അനുസരണവും അതാണ് നമുക്ക് അവിടെ വിദർശിക്കാൻ കഴിയുന്നത്. യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴികളിൽ നടന്ന് അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവിടുത്തെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. മോശ ദൈവജനത്തോട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ചു പറയുന്നതായ ഒരു വചനഭാഗമാണ് 26-ാം അധ്യായം. അതിനകത്ത് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വാഗ്ദത്തങ്ങളും അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ വഴികളും എല്ലാം നമുക്ക് വ്യക്തമാക്കി തരികയാണ് മോശ. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ഓരോ പുസ്തകങ്ങളിലും ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്കായിട്ട് നൽകി തന്നിരിക്കുന്നു. അനേക വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളെ നമുക്ക് പ്രാപിക്കുവാൻ നാം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മനോഭാവവും ജീവിതവും, നമ്മുടെ പോക്ക് വരവ്, ചിന്ത, പ്രവൃത്തി, ഇതൊക്കെയും ദൈവ വാഗ്ദത്തങ്ങൾ നമുക്ക് കിട്ടുവാൻ തക്കവണ്ണം പര്യാപ്തമാക്കി തീർക്കുന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മോശ ഇസ്രായേൽ മക്കളെ 40 വർഷക്കാലം മരുഭൂമിയിൽ നടത്തുകയുണ്ടായി. ദൈവിക ആലോചനകളെ ആവർത്തിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. സിനായ് മലയിൽ മോശ ദൈവത്തിൻ്റെ ആലോചന കേട്ട് തേജസ് പ്രാപിച്ച് കടന്നു വരുമ്പോൾ ജനത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അരുളപ്പാടുകളെ അറിയിക്കുന്ന ഒരു അധ്യായമാണ് ഈ 26-ാം അധ്യായം. അത് ആവർത്തിച്ച് പറയുന്ന ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാക്കുമ്പോൾ ഇസ്രായേലിനെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ഒരു വലിയ ജാതിയായിട്ടല്ല, പെരുപ്പം കൊണ്ടല്ല, അവരുടെ മിടുക്കുകൊണ്ടല്ല. അവര് ഭൂമിയിൽ വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും, അടിമകളായിരുന്നുവെങ്കിലും ദൈവം തൻ്റെ വിശുദ്ധ ജനമായിരിക്കാനാണ് അവരെ തിരഞ്ഞെടുത്തത്. ഈ ലോകത്തില് അനേക ജ്ഞാനികളുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട്, ധനവാന്മാരുണ്ട്. എന്നാൽ അവരുടെ മധ്യത്തില് ഏതുമില്ലാത്ത നമ്മെ തെരഞ്ഞെടുത്ത ദൈവം അവിടുത്തെ വാഗ്ദത്തം നമ്മളിൽ നിവർത്തമാകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ വാഗ്ദത്തത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവന്റെ വാഗ്ദത്തമാണ്. ആ നിത്യജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ആ പ്രത്യാശയിൽ നാം നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പ്രത്യാശ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ 26-ാം അധ്യായത്തിൽ ഓരോ പേജിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും വിശ്വസ്തയോടെ നമ്മുടെ സ്വന്തമാക്കി ജീവിക്കുക. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരണം എന്ന് പറയുന്നത് ഭയത്തോടനുസരിക്കുന്നത് കൊണ്ട്, ബഹുമാനത്തോടനുസരിക്കുന്നത് കൊണ്ട്. സ്വന്തമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിതമാക്കി തീർക്കുക, അതിൻ്റെ വഴിയാക്കി തീർക്കുക, അതിൻ്റെ കാഴ്ചപ്പാടാക്കി തീർക്കുക, അതിൻ്റെ സംസാരമാക്കി തീർക്കുക. അതെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ദൈവവാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി നാം പ്രത്യാശിക്കുകയും വാഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു ജനമാണ്. നമ്മെ ദൈവം വിശുദ്ധ ജനമായിരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതുപോലെ ലോകത്തിന് വെളിച്ചമാക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ വെളിച്ചമായി ജീവിക്കുവാൻ വഴിയായവനിൽ, വെളിച്ചമായവനിൽ നാം ചേർന്നിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. മോശ ജനത്തോട് പറഞ്ഞത് ദൈവന്യായ പ്രമാണത്തിന്റെ അല്ലെങ്കിൽ ദൈവിക വചനത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട തത്വത്തിലും ദൈവം കയ്യൊപ്പിട്ടതാണ്. അത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ സ്വന്തമായി തീരുന്നത് നാം മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആ വാഗ്ദത്തങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കിയവര് കനാൻ ദേശം പ്രാപിച്ച 2 വ്യക്തികളെ വേദപുസ്തകം 20 വയസ്സിന് മുകളിലോട്ട് എണ്ണപ്പെട്ട
ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നവരിൽ 2 പേരെ വേദപുസ്തകം വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് കാലേബും ഒന്ന് യോശുവയും. 85 വയസ്സുള്ളപ്പോഴും കാലേബ് തൻ്റെ വാഗ്ദത്ത നിവർത്തിക്കായിട്ട് നന്നായിട്ട് തൻ്റെ വചനപ്രകാരം ജീവിച്ച് അനുസരിച്ച് മലയിൽ കട്ടിയുള്ള പണികൾ ചെയ്ത് ദൈവത്തോട് കൂടെ നടന്ന ഒരു ഭക്തനായിരുന്നു എന്ന് വേദപുസ്തകം വ്യക്തമാക്കുകയാണ്. അപ്പം നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടേണ്ടുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പ്രാപിക്കേണ്ടതായ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കേണ്ടതായ ആവശ്യമുണ്ട്. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തമായിട്ട് നാം പിതാവിനെ പുത്രൻ എങ്ങനെ അനുസരിച്ച് കാണിച്ചുവോ, അവിടുത്തെ ഇഷ്ടം എങ്ങനെ ചെയ്തു നമ്മെ കാണിച്ചുവോ, അതുപോലെ ഓരോ കൽപ്പനകളും ചട്ടങ്ങളും നമ്മുടെ സ്വന്തമാക്കി തീർക്കുമ്പോൾ അവിടുത്തെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം തികവുള്ള ഒരു ജനമായി നാം എണ്ണപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാറ്റുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സന്തോഷവും അനുഗ്രഹവും ആനന്ദവും പകരുന്ന നാളിനായിട്ട് പ്രത്യാശയുള്ള ഒരു ജനമായി നിൽക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നമ്മുടെ സ്വന്തമായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. മോശയോട് ചേർന്ന് ആ വചനം നമുക്ക് ഏറ്റെടുക്കാം. യഹോവ നമുക്ക് ദൈവമായിരിക്കും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ മനോഭാവമായിരിക്കേണ്ടത്. യഹോവ ദൈവമായിരിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ഓരോ ഊടുവഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോഴും ഓരോ ഇരുണ്ട അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോഴും യഹോവ ദൈവമായിരിക്കുന്നതായ ഒരു ജനമായിരിക്കുവാൻ, ഒരു വ്യക്തിയായിരിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവമായിരിക്കുന്ന യഹോവ ദൈവമായിരിക്കുന്ന ജനത്തിന്റെ അടയാളമാണ് അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും നമ്മുടെ സ്വന്തമാക്കിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന ജനം. അവരെ മുദ്രയിടപ്പെട്ട ജനമാണ്. ദാനിയേൽ അന്യദേശത്ത് അങ്ങനെ ജീവിച്ചു കാണിച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആ ചട്ടങ്ങളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും വ്യതിചലിക്കാതെ നിന്നു. അവർക്ക് സിംഹക്കൂട് തീച്ചൂള കൊടുത്തെങ്കിലും അതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ അവര് വിശ്വാസത്തിൽ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് അവർക്ക് വിജയം കിട്ടിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇരുട്ടറകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും പ്രതികൂലത്തിന്റെ മധ്യത്തിൽ വീണുപോയി എന്ന് തോന്നുന്ന പതറിപ്പോകുന്ന നിമിഷങ്ങളിലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന, അവിടുത്തെ വചനത്തെ മുറുകെ പിടിക്കുന്ന, അവിടുത്തെ കൽപ്പനകളിലും ചട്ടങ്ങളിലും ആനന്ദിക്കുന്ന ഒരു ജനമായി തീരുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ ഈ വചനത്താൽ നമ്മെ മുദ്രയിടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ദൈവമായ കർത്താവെ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം അവിടുന്ന് ഇടിമുഴക്കത്തിൻ്റെ മറവിൽ കർത്താവെ കൂരിരുട്ടിൻ്റെ അനുഭവത്തിൽ മോശയ്ക്ക് നൽകി കൊടുത്തപ്പോൾ അത് ഏറ്റെടുത്ത് കടന്നു വന്ന മോശയുടെ മുഖം പ്രകാശിച്ച് ആ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ, പലവിധമായ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുവാൻ, 40 വർഷം ജനത്തെ നടത്തുവാൻ ശക്തി പകർന്ന ദൈവത്തിൻ്റെ വചനം ആ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ തൻ്റെ ദാസനെ സഹായിച്ചതുപോലെ ഈ നാളുകളിൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൽ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണം. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. മാറ്റമില്ലാത്തവനിൽ ചാരിക്കൊണ്ട് ഓരോ നിമിഷവും ആയിരിക്കാൻ അടിയങ്ങൾക്ക് കർത്താവേ അവിടുത്തെ അത്യന്ത ശക്തി പകർന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശുപ്പൻ്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.